ശങ്കരൻ കാട്ടിൽ അന്നും നെയ്യാർ ആർത്തിരമ്പി ഒഴുകുന്നുണ്ടായിരുന്നു. 1888 ആർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ നെയ്യാറിൻ്റെ ഒഴുക്കിന് മാറ്റമുണ്ടായില്ല. എന്നാൽ മലയാളിയുടെ സാംസ്കാരിക ചിന്താധാരകൾ വഴിമാറി ഒഴുകാൻ തുടങ്ങി. നാരായണ ഗുരു ശങ്കരൻകുഴിയിൽ നിന്ന് ചേറിൽ പൊതിഞ്ഞ ശില മുങ്ങിയെടുത്തു. ഗുരുവിൻ്റെ നനുത്ത കാൽപ്പാടുകൾ ലക്ഷ്യത്തിലേക്ക് നീങ്ങി. ശങ്കരൻ കാടിന്ന് തിരുവനന്തപുരത്തെ അരുവിപ്പുറമാണ്. സവർണർക്ക് മാത്രം സ്വന്തമായിരുന്ന ദേവസങ്കല്പത്തെ പൊളിച്ചെഴുതി എല്ലാ മനുഷ്യർക്കുമായി ഗുരു വിഗ്രഹം പ്രതിഷ്ഠിച്ച അരുവിപ്പുറം. ദൈവം ഒരിക്കലും ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. ശങ്കരൻകുഴിയിൽ നിന്ന് മുങ്ങിയെടുത്ത ഒരു ശിവലിംഗം അത് പരസ്യമായിട്ട് പ്രതിഷ്ഠിച്ചിട്ട് പറയുന്നു, ഇത് എന്താണ്, ശിവപ്രതിഷ്ഠയാണ്. തന്നെയുമല്ല, അതിനോടൊപ്പം ഗുരു അവിടെ എഴുതി വച്ചത് ശുദ്ധമായിട്ടുള്ള അദ്വൈത തത്വമാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. നവോത്ഥാന മൂല്യങ്ങൾ മലയാളികളുടെ മനസ്സിലേക്ക് കസേര വലിച്ചിട്ടിരിക്കാൻ തുടങ്ങിയതിന് കാരണങ്ങളിലൊന്ന് ഈ പ്രദേശമാണ്. നാരായണ ഗുരു നവോത്ഥാനത്തിലേക്ക് നടന്ന വഴികൾക്ക് സാക്ഷിയായത് ഇവിടുത്തെ മണ്ണും മരങ്ങളുമാണ്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ ഉത്ഭവത്തിനായി നടത്തിയ ചർച്ച അത് ഈ പ്ലാവിൻ്റെ ചോട്ടിലാണ് നടന്നത്. ആ മരവും തണലും ഇന്നും ഇവിടെയുണ്ട്. ഗുരു ഉപയോഗിച്ചിരുന്ന മുറി, അതിനകത്ത് ഗുരു ഉപയോഗിച്ചിരുന്ന കട്ടിൽ, കസേര, വടി എല്ലാം അവിടെയുണ്ട്. അതേപോലെ ഗുരുവിൻ്റെ കാലത്ത് ഗുരുവിന് തിരുവനന്തപുരത്തുള്ള മരിയൻ ചട്ടമ്പി എന്ന് പറയുന്ന ഒരു ക്രിസ്തുമത ഭക്തൻ സമർപ്പിച്ച ഒരു മയിൽ, അതിൻ്റെ ഒരു ഇതിവിടെ ഇരിപ്പുണ്ട്, അത് കാണാം. അരുവിപ്പുറം ക്ഷേത്രം ഇന്ന് SNDP യോഗത്തിന്റെ കീഴിലാണ്. കവി കുമാരനാശാൻ അരുവിപ്പുറത്ത് താമസിച്ചിട്ടുണ്ട്. ശിവരാത്രി ദിനത്തിൽ അരുവിപ്പുറം ക്ഷേത്രത്തിലേക്ക് നിരവധി ഭക്തർ എത്താറുണ്ട്. മരുത്വാമലയിൽ നിന്നും ശ്രീനാരായണ ഗുരു കൊടിതൂക്കി മലയിലെ ഈ പ്രദേശത്തേക്കാണ് എത്തിയത്. ഇവിടെ എത്തി ചിന്തയിൽ മുഴുകി. ഒടുവിൽ ചിന്തകൾ ചിട്ടയാക്കി സ്വന്തം മനസ്സിലെ കേരളത്തെ പ്രതിഷ്ഠിച്ചു. കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ അവിസ്മരണീയമായ ഏടാണ് ഇവിടെ അവശേഷിക്കുന്നത്. ശ്യാംകുമാറിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.